അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മനസ്സിൽ ഒരുപാട് നല്ല ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും മുറാദുകളും ഉള്ളവരാണ് നാം എല്ലാവരും. ഇതെല്ലാം വേഗത്തിൽ നടന്നു കിട്ടാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ആത്മീയ വഴിയാണ് ഇന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ ഒരു മനുഷ്യൻ്റെ ഇഹപര വിജയത്തിന് കാരണമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കറിയാം, ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. അതിൽ ഓരോ സൂറത്തിനും ഓതിയാൽ കിട്ടുന്ന ഫലങ്ങൾ, മഹത്വങ്ങൾ, ഗുണങ്ങൾ, അത് പതിവാക്കിയാൽ കിട്ടുന്ന ഗുണങ്ങൾ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം നമുക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് കിട്ടാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് പറയാൻ പോകുന്നത് ഖുർആനിലെ ഏറ്റവും ചെറിയൊരു സൂറത്തിനെ കുറിച്ചാണ്. എല്ലാവർക്കും അറിയാവുന്ന ചെറിയൊരു സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. ഇതിൻ്റെ മഹത്വം ഒരുപാടാണ്. നിത്യജീവിതത്തിൽ പതിവാക്കിയാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ദാരിദ്ര്യത്തെ ഇല്ലാതാക്കും. സുബഹി നിസ്കരിക്കുന്ന ആളുകൾ സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ ഈ സൂറത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ്. സൂറത്തുൽ കാഫിറൂൻ ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ ഖുർആനിൻ്റെ 1/4 ഓതിയ പ്രതിഫലമാണ്. എല്ലാവിധ പൈശാചിക ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷപ്പെടാൻ ഈ സൂറത്ത് ഓതിയാൽ മതി. സൂറത്തുൽ കാഫിറൂൻ 10 പ്രാവശ്യം ഓതി സുബഹി നിസ്കാര ശേഷം ദുആ ചെയ്താൽ എന്താവശ്യവും എന്താഗ്രഹവും നടക്കുന്നതാണ്. പ്രയാസങ്ങൾ മാറുന്നതാണ്. ബുദ്ധിമുട്ടുകൾ ഒഴിവാകുന്നതാണ്. അതുപോലെ തന്നെ എല്ലാം നല്ല നിയ്യത്തോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടി ചെയ്താൽ ഉത്തരം ഉറപ്പാണ്. ജീവിതത്തിൽ എല്ലാവരും ഇത് പതിവാക്കുക. നമ്മുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.